നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ചൂരൽമല മുണ്ടക്കൈ പ്രകൃതി ദുരന്തത്തിൻ്റെ ആഘാതം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ ഇനിയും നിരവധി ലഭിക്കാനുണ്ട്. ദുരന്തത്തിൽ കാണാതായവരെക്കുറിച്ചുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയും സൈന്യവും അടക്കമുള്ള സന്നദ്ധ സംഘടനകളും മറ്റ് പ്രവർത്തകരും. ഇനി ജീവനോടെ ആരും തന്നെ ആ പ്രദേശത്ത് അവശേഷിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ മുന്നറിയിപ്പുകൾ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അവഗണിച്ചത്? ജൂലൈ മാസം 23-ാം തീയതി തന്നെ പ്രദേശത്ത് വലിയ മഴയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഉണ്ടാകുമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഏത് സാഹചര്യത്തിലാണ് അവഗണിക്കപ്പെട്ടത്? ദുരന്തമുണ്ടായതിനും 16 മണിക്കൂറുകൾക്ക് മുൻപ് സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൃത്യമായ സൂചനകൾ കാലാവസ്ഥാ വകുപ്പിൽ നിന്നടക്കം നൽകിയിരുന്നു. ആ 16 മണിക്കൂർ മുൻപ് ലഭിച്ച ആ മുന്നറിയിപ്പ് ഏത് സാഹചര്യത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തള്ളിക്കളഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ ചൂരൽമല പ്രദേശത്ത്, മുണ്ടക്കൈ പ്രദേശത്തുള്ള ആളുകളെയെങ്കിലും സുരക്ഷിതമായ ഒരു പ്രദേശത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഇവർ തയ്യാറാകാത്തത്? ചോദ്യത്തിന് മറുപടിയില്ല. അത്തരത്തിൽ ഒരു മുന്നൊരുക്കം, അത്തരത്തിൽ ഒരു കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൃത്യമായി ലഭിക്കുകയും ആ ഒരു മുന്നൊരുക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നുവെങ്കിൽ നൂറുകണക്കിന് ആളുകളെ ജീവനോടെ രക്ഷിക്കാമായിരുന്നില്ല എന്ന ചോദ്യത്തിനാണ് മറുപടിയില്ലാത്തത്. അതുമാത്രവുമല്ല, മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായതിന് പിന്നാലെ ആ ദുരന്തത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും രക്ഷാപ്രവർത്തനത്തിനെത്തുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റേത് മാത്രമായി രക്ഷാപ്രവർത്തനത്തിനെ മാറ്റാനുള്ള ചില ശ്രമങ്ങളും നടക്കുന്നു എന്നുള്ളത് കാണാതെ പോകരുത്. ഡാർക്ക് ടൂറിസമാണ് പലയിടങ്ങളിലും നടക്കുന്നതെന്ന് സംസ്ഥാനത്തെ മന്ത്രിയായ മുഹമ്മദ് റിയാസ് തന്നെ പറയുന്നു. ഈ ദുരന്ത പ്രദേശം ഒന്ന് കാണാൻ വേണ്ടി വരുന്ന നിരവധി ആളുകളുണ്ട്. ആ പ്രദേശത്തിൻ്റെ വീഡിയോ എടുത്ത് അതിലൂടെ അവർ അവരുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബറെ കൂട്ടുന്ന ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഡാർക്ക് ടൂറിസമാണ്. ആ ഡാർക്ക് ടൂറിസത്തെ അംഗീകരിക്കാനാകില്ല. ഇത് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ തടയാനാണ് നോക്കുന്നത്. വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ ദുരന്തത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ഭക്ഷണ വിതരണം നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചുകൊണ്ട് ആ വൈറ്റ് ഗാർഡിനോട് കൃത്യമായി നിർദ്ദേശിച്ചു, നിങ്ങൾ ഇനി ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ടതില്ല, നിങ്ങൾ നിങ്ങളുടെ സേവനം നിർത്തിപ്പോയ്ക്കോ, സർക്കാർ സംവിധാനങ്ങളുണ്ട്. എന്തിനാണ് ഒരു സന്നദ്ധ സംഘടനയെ ഭക്ഷണ വിതരണം നടത്തുന്നതെന്നും ഈ സർക്കാർ വിലക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ, സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് പണം വരണം, സർക്കാർ അത് ചെലവഴിക്കും. മറ്റാരും തന്നെ ആ പ്രദേശത്ത് ഒരു തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനവും നടത്തരുത്. അത്തരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അത് സർക്കാരിനുള്ള തിരിച്ചടിയാകുമെന്നുള്ള ഭയപ്പാടാണ് ഈ സർക്കാരിനെ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയെ അവരുടെ ഭക്ഷണ വിതരണത്തിൽ നിന്നും പിന്മാറാനായി നിർദ്ദേശിച്ചിരിക്കുന്നു. ഒടുവിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ട് ആ സംഘടനയുടെ പ്രവർത്തകർ പിന്തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് സർക്കാരിനോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള കഴിവില്ല, ഞങ്ങൾക്ക് സർക്കാരിനോട് നിരന്തരമായി മത്സരിക്കാനുള്ള കഴിവില്ല, ഞങ്ങൾ അതുകൊണ്ട് ഈ ദുരന്ത മേഖലയിലെ ഞങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. സർക്കാർ ഞങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇനി അവിടെ സൗജന്യ ഭക്ഷണ വിതരണം നടത്തണ്ട എന്ന്. ആരാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പിന്നിൽ? എന്തിനാണ് പിണറായി സർക്കാരിന് ഇത്ര ബേജാറ്? എന്തുകൊണ്ടാണ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെ അവിടെ നിയന്ത്രിക്കുന്നത്? എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരുടെ പ്രവേശനത്തെ നിയന്ത്രിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ശാസ്ത്രജ്ഞന്മാർ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന് ഈ സർക്കാർ ഉത്തരവിടുന്നത്? ഒരു ദുരന്തം, ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് പോലും അറിയുന്നതിന് മുൻപ് പിരിവ് തുടങ്ങിയ ഒരു സർക്കാരാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ കെടുകാര്യസ്ഥത ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയെന്നുള്ള വിമർശനങ്ങൾ ഇതിനകം തന്നെ ഉയരുന്നു. കേന്ദ്ര സർക്കാർ 23-ാം തീയതി, 24-ാം തീയതി, 25-ാം തീയതിയും 26-ാം തീയതി നിരന്തരം നൽകിയ മുന്നറിയിപ്പുകളെ അവഗണിച്ചത് ആരാണ്? ഒരു ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന ഒരു വെള്ളാനക്കൂട്ടം കേരളത്തിൽ എന്തിനാണ് പ്രവർത്തിക്കുന്നത്?
ലക്ഷങ്ങളും കോടികളും ശമ്പളം പറ്റിക്കൊണ്ട് സംസ്ഥാനത്തിനൊരു ബാധ്യതയായി ഒരു വകുപ്പ് എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ആ വകുപ്പിൻ്റെ ജോലി എന്താണ്? ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഇപ്പോൾ ഇതാ ഈ ദുരന്തമുണ്ടായി, ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം പോലും തികയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കാണാത്തവർ ഇനി ജീവനോടെ തിരിച്ചു വരില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഘട്ടത്തിലാണ് ചില ചോദ്യങ്ങൾ ഉയരുന്നത്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇത്രത്തോളം വർദ്ധിക്കുന്നതിന് സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങളുടെ അപജയവും കാരണമായില്ലേ? സർക്കാർ എന്ത് ഇടപെടലാണ് ഈ ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് നടത്തിയത്? ഒരു ദുരന്തമുണ്ടായതിനു ശേഷം രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് വലിയ കാര്യമല്ല. ആ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടില്ല എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു കേൾക്കുക തന്നെയാണ്. ജൂലൈ മാസം 23-ാം തീയതി തന്നെ പ്രദേശത്ത് വലിയ മഴയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഉണ്ടാകുമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഏത് സാഹചര്യത്തിലാണ് അവഗണിക്കപ്പെട്ടത്? ദുരന്തമുണ്ടായതിനും 16 മണിക്കൂറുകൾക്ക് മുൻപ് സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൃത്യമായ സൂചനകൾ കാലാവസ്ഥാ വകുപ്പിൽ നിന്നടക്കം നൽകിയിരുന്നു. ആ 16 മണിക്കൂർ മുൻപ് ലഭിച്ച ആ മുന്നറിയിപ്പ് ഏത് സാഹചര്യത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തള്ളിക്കളഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ ചൂരൽമല പ്രദേശത്ത്, മുണ്ടക്കൈ പ്രദേശത്തുള്ള ആളുകളെയെങ്കിലും സുരക്ഷിതമായ ഒരു പ്രദേശത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഇവർ തയ്യാറാകാത്തത്? ചോദ്യത്തിന് മറുപടിയില്ല. അത്തരത്തിൽ ഒരു മുന്നൊരുക്കം, അത്തരത്തിൽ ഒരു കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൃത്യമായി ലഭിക്കുകയും ആ ഒരു മുന്നൊരുക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നുവെങ്കിൽ നൂറുകണക്കിന് ആളുകളെ ജീവനോടെ രക്ഷിക്കാമായിരുന്നില്ല എന്ന ചോദ്യത്തിനാണ് മറുപടിയില്ലാത്തത്. അതുമാത്രവുമല്ല, മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായതിന് പിന്നാലെ ആ ദുരന്തത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും രക്ഷാപ്രവർത്തനത്തിനെത്തുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റേത് മാത്രമായി രക്ഷാപ്രവർത്തനത്തിനെ മാറ്റാനുള്ള ചില ശ്രമങ്ങളും നടക്കുന്നു എന്നുള്ളത് കാണാതെ പോകരുത്. ഡാർക്ക് ടൂറിസമാണ് പലയിടങ്ങളിലും നടക്കുന്നതെന്ന് സംസ്ഥാനത്തെ മന്ത്രിയായ മുഹമ്മദ് റിയാസ് തന്നെ പറയുന്നു. ഈ ദുരന്ത പ്രദേശം ഒന്ന് കാണാൻ വേണ്ടി വരുന്ന നിരവധി ആളുകളുണ്ട്. ആ പ്രദേശത്തിൻ്റെ വീഡിയോ എടുത്ത് അതിലൂടെ അവർ അവരുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബറെ കൂട്ടുന്ന ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഡാർക്ക് ടൂറിസമാണ്. ആ ഡാർക്ക് ടൂറിസത്തെ അംഗീകരിക്കാനാകില്ല. ഇത് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ തടയാനാണ് നോക്കുന്നത്. വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ ദുരന്തത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ഭക്ഷണ വിതരണം നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചുകൊണ്ട് ആ വൈറ്റ് ഗാർഡിനോട് കൃത്യമായി നിർദ്ദേശിച്ചു, നിങ്ങൾ ഇനി ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ടതില്ല, നിങ്ങൾ നിങ്ങളുടെ സേവനം നിർത്തിപ്പോയ്ക്കോ, സർക്കാർ സംവിധാനങ്ങളുണ്ട്. എന്തിനാണ് ഒരു സന്നദ്ധ സംഘടനയെ ഭക്ഷണ വിതരണം നടത്തുന്നതെന്നും ഈ സർക്കാർ വിലക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ, സർക്കാർ സംവിധാനങ്ങളിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് പണം വരണം, സർക്കാർ അത് ചെലവഴിക്കും. മറ്റാരും തന്നെ ആ പ്രദേശത്ത് ഒരു തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനവും നടത്തരുത്. അത്തരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അത് സർക്കാരിനുള്ള തിരിച്ചടിയാകുമെന്നുള്ള ഭയപ്പാടാണ്